നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലപ്പിള്ളി നാടാമ്പാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന മലയോര കർഷക സമിതി. കുഴൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നാടകരാവിന് തിരശീല ഉയർന്നു. സെപ്റ്റംബർ 13 വരെയാണ് നാടകരാവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി നാടാമ്പാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നാടാമ്പാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വാപ്പുട്ടി പുലിയെ കണ്ടതായും പറയുന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ ഈയിടെ പലതവണയായി പുലിയിറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ കുണ്ടായി ചക്കിപ്പറമ്പ് പാടിക്ക് സമീപം 2 ആനകൾ ഇറങ്ങി വാഴകളും നശിപ്പിച്ചു. വലിയകത്ത് കബീർ, കൊല്ലേരി കുഞ്ഞിപ്പ എന്നിവരുടെ വാഴകളാണ് നശിപ്പിച്ചത്. കുഴൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 9ാം നാടകരാവിന് തിരശീല ഉയർന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടകാസ്വാദനം മാത്രമല്ല, വാതികയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും അതുപോലെ തന്നെ അവരെ ആദരിക്കലും ഒട്ടനവധി വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചേരുന്ന നമ്മുടെ വാതിക സാംസ്കാരിക വേദി നമ്മുടെ പുഷ്പയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്നുകൊണ്ട് നല്ല നടന്നു പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കുന്നതിൻ്റെ തലവേദന. പണ്ടൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഒട്ടനവധി പേരുണ്ടായിരുന്നു. ഇന്ന് മീറ്റിംഗ് വിളിച്ചാൽ കോറം തയ്ക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്നുകൊണ്ട് നാടൊന്നടങ്കം ഈ വേദിയിലേക്ക് ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് നാടകം ആസ്വദിക്കുന്നതിനും ഒട്ടനവധി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ശ്രീ വാതികയുടെ നേതൃത്വത്തിൽ പുഷ്പം സാധിക്കുന്നുണ്ട്. വാതിക പ്രസിഡന്റ് TS പുഷ്പൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ റിൻസി ഷൈജൻ, PS സന്തോഷ് കുമാർ, PA ശിവൻ, ജോയ് വാഴപ്പള്ളി, KV പ്രദീപ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ നാടക സമിതികളുടെ 7 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നാടകത്തിനൊപ്പം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണവും നടക്കും. സെപ്റ്റംബർ 13 വരെയാണ് നാടകരാവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടകരാവിന്റെ സമാപന സമ്മേളനം സെപ്റ്റംബർ 13 വൈകിട്ട് 4 മണിക്ക് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. KPMS തിരുത്തുമുറി ശാഖ അവിട്ടാഘോഷം നടത്തി. രക്ഷാധികാരി സരോജിനി പേങ്ങൻ പതാക ഉയർത്തി. യൂണിയൻ സെക്രട്ടറി സിജു മാരാത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് MK അശോകൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം TK കുഞ്ഞപ്പൻ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. തുടർന്ന് മുതിർന്ന അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മണി സുബ്രൻ, അനുപ്രസാദ്, രാജപ്പൻ, ഷീല സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വിവേകാനന്ദൻ്റെ കാലഘട്ടവും അതേപോലെ തന്നെ എബ്രഹാം ലിങ്കൻ്റെ കാലഘട്ടവും ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ ചെറുപ്പകാലത്തിൽ മറ്റുള്ള ഏത് ജാതിക്കാരുടെ പിള്ളേരെ പോലെ തന്നെ അദ്ദേഹത്തിന് പഠിക്കാൻ പോകാനുള്ള അവസരമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ കളിക്കാനും ഒരു കുഞ്ഞിൻ്റെ ഒരു ബാല്യകാല ആസ്വദിക്കാനുള്ള കാര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നില്ല. മാള തൻകുളം ഗ്രാമകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങൾ, പ്രാദേശിക ടീമുകളുടെ വടംവലി മത്സരം, കൈകൊട്ടിക്കളി, പൂക്കള മത്സരം, സമ്മാനദാനം എന്നിവ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ആളൂർ പൊരുന്നക്കുന്ന് തിരുവോണം പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ നടത്തിയ ഓണാഘോഷത്തിൽ ആൽബർട്ട് ആന്റണി അധ്യക്ഷത വഹിച്ചു. ലെനീഷ് ഭരതൻ, ഹരീഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. ഈ കൂട്ടായ്മയിലുള്ളത് ഈ 23 പേരും
ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച 7 മണിക്കാണ് പൊതുയോഗമായി നമ്മളൊരു യോഗം കൂടുന്നത്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 7 മണിക്ക് ദിലീപേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 മാസം മുമ്പ്, ഈ ഓണത്തിന് 2 മാസം മുമ്പ് ഇതുപോലൊരു സാധാരണ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചിന്ത വന്നത്. നമ്മുടെ തിരുവോണം കൂട്ടായ്മയാണ്, നമ്മുടെ പേരിട്ടിരിക്കുന്ന തിരുവോണം. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ വർഗീസ് പാത്താടൻ ജന്മദിന കേക്ക് മുറിച്ചു. തുടർന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നേർച്ചയൂട്ട് വെഞ്ചരിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് രൂപത ബിഷപ്പ് പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജപമാലയുടെ ആകൃതിയിൽ 8000-ത്തിലധികം കപ്പ് കേക്കുകളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി നാടാമ്പാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന മലയോര കർഷക സമിതി. കുളൂർ വാതിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നാടകരാവിന് തിരശീല ഉയർന്നു. സെപ്റ്റംബർ 13 വരെയാണ് നാടകരാവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.